സൂഫി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നാലുമുക്കാലിന്റെ സൂഫിസ് അല്ലട്ടോ നമ്മൾ ഈ പറയണത്. നിങ്ങൾ ഈ തെറ്റിദ്ധരിക്കരുത്. ഇവിടുത്തെ ഈ വഹാബി സൂഫിസ് ഒക്കെ ഉണ്ടല്ലോ, അഹ്ലു സുന്നത്തിന്റെ സൂഫിസ് ഉണ്ടല്ലോ, അതല്ല ഇത്. നമ്മളിലെ സൂഫിസ് എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ ഒരു സൂഫിയാണ്. നമ്മളിലെ സൂഫികൾ അങ്ങനെയാണ്. ചിന്തയുടെയും പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും തലത്തിൽ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിയവരാണ് സൂഫികൾ. ചിന്തയെ ശുദ്ധീകരിച്ചവർ, മനസ്സിനെ ശുദ്ധീകരിച്ചവർ. ഇത് ഈ താടിയും കുളിക്കാതെ തിരുമ്പാതെ അലക്കാതെ കഞ്ചാവ് അടിച്ച് നടക്കുന്ന ഈ സാധാരണ ഈ സൂഫികളെന്നൊന്നും പറയണ്ടെന്ന് പറയണത്. കാരണം നമ്മളെ മുമ്പിലുള്ള സാധനങ്ങൾ ഇതാണ്. ഇതിനെ സൂഫിസം നിങ്ങൾ പറയണ്ടെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. സത്യത്തിൽ ഇത് ഖുർആൻ സൂഫിസ, യഥാർത്ഥ സൂഫിസ അത് പറയണത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നാ, ഇവിടെ ഗുരു ഇവന്റെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഇവന്റെ ഗുരുനാഥന്മാരാണ്. ഒരു അലക്കാതെ കുളിക്കാതെ ഒരു പച്ചപ്പുറപ്പും പുറച്ച് ഏതോ ഒരു ഖബറിന്റെ മൂലയിൽ ഇരിക്കുന്ന സൂഫിക്ക് കായും കൊണ്ടേ കൊടുത്ത് നടക്കുന്ന ഈ തല്ലിപ്പൊളി വഹാബിസത്തിന്റെയും സലഫിസത്തിന്റെയും അഹ്ലു സുന്നത്തിന്റെയും സൂഫിസല്ല ഈ പറയുന്നത്. നിങ്ങൾ അത് തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ പറയില്ലേ, ഇതില് ശാസ്ത്രജ്ഞന്മാർ, ചിന്തകന്മാർ, മഹാജ്ഞാനികൾ ഇവരൊക്കെയാണ് ഇതിലെ സൂഫികൾ. ഖുർആൻ പറയുന്ന സൂഫികൾ അവരൊക്കെയാണ്. ലോകത്തിന് വിജ്ഞാനത്തിന്റെ അറിവിന്റെ സംഭാവന ചെയ്ത ആളുകൾ അവരൊക്കെയാണ് ഇതിൽ സൂഫികൾ എന്ന് പറയുന്നത്. അവര് ഒഴിഞ്ഞിരിക്കുകയാണ് വിജ്ഞാനത്തിന്റെ. അവരൊക്കെ കഹഫിൽ പോയി ഇരുന്നിട്ടാണ് ലോകത്തിന് ഈ വിജ്ഞാനം കൊടുത്തത്. അവർ പോയത് ബുദ്ധിയുടെ ഇരുട്ടറകളിലേക്ക്, ഇരുട്ടറയുടെ ഗുഹകളിലേക്ക് അവർ ചെന്ന് അവിടുന്ന് വിജ്ഞാനത്തിന്റെ വെളിച്ചത്തെ കൊണ്ടുവരാൻ അവർ ഒഴിഞ്ഞിരുന്ന ആളുകളാണ്. അതാണ് അസ്ഹാബുൽ കഹ്ഫ്. അവരൊക്കെയാണ് വിജ്ഞാനത്തിന് വേണ്ടി ഒഴിഞ്ഞിരുന്ന ആളുകളാണ് അവര്. അസ്ഹാബുൽ കഹ്ഫ് അവരാണ് അസ്ഹാബുൽ കഹ്ഫുകൾ. അപ്പൊ എന്താണ് മന്നാമന ബില്ലാഹി എന്നതാണ് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക, സത്യത്തെ ഉൾക്കൊള്ളുക, ഈ പ്രപഞ്ച യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക. അതാണ് അള്ളാഹു എന്ന് പറയുന്നത്. അതാണ് നിലാമുൽ കൗനാണ്. ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളുടെ ആകത്തുകയാണ് അള്ളാഹു. അൽ വഅയിൽ കുല്ലി, സമ്പൂർണ്ണ ബോധത്തിന്റെ തലത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തലാണ്. അള്ളാഹുവിന്റെ ദർജയിലേക്ക് അവൻ എത്തല്, ആ തലത്തിലേക്ക് അവൻ എത്തലാണ്. നമ്മളതിനെ എത്തിയിട്ടില്ല. വളരെ പണിയാണ്. വൽ യൗമുൽ ആഖിർ. യൗമുൽ ആഖിർ എന്ന് പറഞ്ഞാല് ഏതൊരു വിഷയത്തിന്റെയും ആത്യന്തികതയിൽ എത്തിച്ചേരും. അതാണ് യൗമുൽ ആഖിർ. ആഖിർ അതൊക്കെ നമ്മൾ തുടക്കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആഖിറത്ത് എന്താണ്, ആഖിർ എന്താണെന്നൊക്കെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബുൽ ലാ റൈബ വിശദീകരിച്ചപ്പോ അതിന്റെ താഴത്തായത്തെ വിശദീകരിക്കുമ്പോൾ വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആഖിർ എന്തുകൊണ്ട്, ആഖിറത്ത് എന്തുകൊണ്ട്. ആഖിർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കലാമും മഫ്തൂഹാണ്, തുറന്നിട്ട കലാമാണത്. ആഖിറത്ത് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിന്റെ പൂർണ്ണതയിൽ അവനെത്തി, ആ വൃത്തം അവിടെ അടച്ചു വെച്ചു. അതാണ് ആഖിറും ആഖിറത്തും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ യൗമുൽ ആഖിറാണ്. അനന്തമായ അറിവിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ആ അനന്തമായ അറിവിന്റെ വാതിലുകളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അന്വേഷിച്ചു പോകുന്ന ആളുകൾ. എന്നിട്ട് വഅമില സ്വാലിഹൻ. വഅമില സ്വാലിഹൻ എന്ന് പറഞ്ഞാൽ ആ ഹഖീഖത്ത്, അതിന്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുകയും കണ്ടെത്തുകയും അതനുസരിച്ച് സമൂഹത്തിന് ആ യാഥാർത്ഥ്യം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരാണ് അമില സ്വാലിഹൻ എന്ന് പറഞ്ഞാൽ. ഹസല എന്ന് പറഞ്ഞാൽ ഇത് കരസ്ഥമാക്കുക. ഹസല ഈ അക്ഷരങ്ങളൊന്ന് തിരിച്ചു വായിച്ചാലാണ് ഫലഹ, ഫാലിഹ്. ഹാസിലായി, മുറാദ് ഹാസിലായി എന്ന് പറയില്ല, കരസ്ഥമാക്കുക.